നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം രാവിലെ 6 മണിയോടെ ഉറങ്ങിക്കിടന്ന മക്കൾ അമ്മയുടെ നിലവിളി കേട്ടാണ് ഞെട്ടി ഉണർന്നത്. കണ്ണു തുറന്നു നോക്കിയപ്പോൾ കണ്ടത് അമ്മ ചോരയിൽ കുളിച്ച് പിടയുന്ന കാഴ്ച. പിന്നാലെ 11 വയസ്സുകാരൻ ആർത്തു വിളിച്ചു. തങ്ങളെ അനാഥരാക്കിയ അച്ഛനും ആയുധവുമായി തൊട്ടടുത്ത്. ആ രംഗം കണ്ണിലും മനസ്സിലും തെളിയാത്ത ഒരു ദിവസം പോലും ഇനി ആ മക്കൾക്ക് ജീവിതത്തിലുണ്ടാകില്ല. നിസാര പ്രശ്നങ്ങൾ കാരണം ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ ഐസക് പിന്നാലെ FB ലൈവുമിട്ട് പോലീസിൽ കീഴടങ്ങി. എന്നാൽ FB ലൈവിൽ പറഞ്ഞതൊന്നുമല്ല വാസ്തവമെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. DMK വനിതാ വിഭാഗം ജില്ലാ സെക്രട്ടറി അൺഎയ്ഡ് സ്കൂളിലെ അനധ്യാപികയുമായ കലയനാട് കൂറ്റനാടി ചെരുവിള പുത്തൻ വീട്ടിൽ ശാലിനിയാണ് കൊല്ലപ്പെട്ടത്. 39 വയസ്സായിരുന്നു. കൊലപാതകം ന്യായീകരിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട ഭർത്താവ് മണിക്കൂറുകൾക്ക് ശേഷം പിന്നീട് പുനലൂർ പോലീസിൽ കീഴടങ്ങുകയും ചെയ്തു. ഭർത്താവ് ഐസക് മാത്യു ആണ് കീഴടങ്ങിയത്. ശാലിനി നേരത്തെ CPM പ്രവർത്തകയായിരുന്നു. ഐസക് സ്വകാര്യ എസ്റ്റേറ്റിൽ ടാപ്പിംഗ് തൊഴിലാളി. വീട്ടിൽ നിരന്തരം വഴക്കായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ശാലിനി സമീപത്തെ വീട്ടിൽ അമ്മയോടൊപ്പമാണ് ഉറങ്ങാൻ പോയിരുന്നത്. രാവിലെ ഭർത്താവ് ടാപ്പിങ്ങിന് പോയെന്ന് കരുതി വീട്ടിലെത്തിയപ്പോൾ കത്തി ഉപയോഗിച്ച് നെഞ്ചിലും മുതുകിലും കുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറഞ്ഞത്. തുടർന്ന് ഒളിവിൽ പോയ പ്രതി 3 മണിക്കൂറിന് ശേഷം പോലീസിൽ കീഴടങ്ങി. നിരന്തരമുള്ള വഴക്കിനെ തുടർന്ന് ശാലിനി പലതവണ പുനലൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസ് ഇരുവരെയും വിളിച്ച് ഒത്തുതീർപ്പാക്കി വിടുകയും ചെയ്തു. എന്നിട്ടും ഭർത്താവിന്റെ ഉപദ്രവത്തെ തുടർന്ന് ശാലിനിയും ഇളയ മകൻ എബിനും തൊട്ടടുത്തുള്ള അമ്മ, അതായത് ശാലിനിയുടെ അമ്മ ലീലയുടെ വീട്ടിലാണ് ഉറങ്ങിയത്. ശാലിനിക്ക് കുത്തേറ്റ സമയം ഇവരുടെ മൂത്ത മകൻ ഷെബിനും വീട്ടിലുണ്ടായിരുന്നു. ഇരുവരുടെയും അലർച്ച കെട്ടി പരിസരത്തുള്ളവർ ഓടിക്കൂടിയപ്പോൾ രക്തം വാർന്നു ഗുരുതരാവസ്ഥയിലായിരുന്നു ശാലിനി. ഉടൻ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ശേഷം 10 മണിയോടെയാണ് ഐസക് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. റൂറൽ SP വിഷ്ണു പ്രദീപിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി കൂടുതൽ പരിശോധനകൾ നടത്തി. സന്ധ്യയോടെ ഐസക് മാത്യുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. എന്നാൽ കുത്താൻ ഉപയോഗിച്ച് കത്തി കണ്ടെത്താൻ സാധിച്ചില്ല. ഐസക് മാത്യു നേരത്തെ വിദേശത്തായിരുന്നു. തന്റെ അനുമതിയില്ലാതെയാണ് ശാലിനി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതെന്നും തന്നെ അനുസരിക്കാതെ ആഡംബര ജീവിതം നയിച്ചുവെന്നും സ്വർണ്ണ ഇടപാടുകൾ നടത്തിയെന്നും മറ്റുമാണ് ഫേസ്ബുക്കിലൂടെ ഇയാൾ ആരോപണമുയർത്തിയത്. ഐസക്കും ശാലിനിയും തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ നിലനിൽക്കുകയായിരുന്നു. ഐസക്കിന്റെ സ്വഭാവവും പെരുമാറ്റവും ചെയ്തികളും സഹിക്കാനാകാതെയാണ് ശാലിനി ജോലിക്ക് പോകാൻ തുടങ്ങിയത്. ഭാര്യ ജോലിക്ക് പോകുന്നത് ഇഷ്ടമല്ലെന്ന് FB ലൈവിൽ ഐസക് പറയുന്നുണ്ട്. സത്യത്തിൽ തന്റെയും മക്കളുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ ഇയാളെ കൊണ്ട് സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. തുടർന്നാണ് ഇത്തരത്തിൽ ആ കാര്യങ്ങൾക്ക് വേണ്ടി ശാലിനി ഇറങ്ങിയത്. സമീപത്തെ സ്കൂളിൽ ആയയായി ജോലി ചെയ്യുകയായിരുന്നു. മൂത്ത മകൻ ക്യാൻസർ ബാധിതനും. ചികിത്സയ്ക്കായും പണം കണ്ടെത്തേണ്ടതുണ്ട്. എന്നാൽ ശാലിനി പുറത്തു പോകുന്നത് താല്പര്യമില്ലാത്ത ഐസക്കിന് നിരവധി സംശയങ്ങളുണ്ടായിരുന്നു. ഐസക്കിന്റെ ക്രൂരത പേടിച്ച് രാത്രികാലങ്ങളിൽ ശാലിനി അടുത്തു താമസിക്കുന്ന അമ്മയ്ക്കൊപ്പം പോയാണ് കിടന്നുറങ്ങിയത്. അത്രമേൽ വലിയൊരു ഉപദ്രവമായിരുന്നു ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ നമുക്ക് വ്യക്തമാകുന്നത്. അതിരാവിലെ തിരിച്ചു വീട്ടിലേക്ക് വന്ന മക്കൾക്കും ഇയാൾക്കുമുള്ള ആഹാരം ഉണ്ടാക്കിയ ശേഷം സ്കൂളിലേക്ക് ജോലിക്ക് പോകും. കഴിഞ്ഞ ദിവസവും ആഹാരമെല്ലാം ഉണ്ടാക്കിയ ശേഷം ജോലിക്ക് പോകാനായി തയ്യാറെടുക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ശാലിനിയെ ഇയാൾ ഇല്ലാതാക്കിയത്. ഈ അമ്മയുടെ നിലവിളി കേട്ടാണ് മക്കൾ ഈ ഒരു സംഭവം അറിയുന്നത്. ശാലിനിക്ക് പിന്നാലെ മക്കളുടെയും കരച്ചിൽ കേട്ട് വീട്ടിലേക്ക് ഓടി വന്നതെന്ന് അടുത്ത വീട്ടിൽ താമസിക്കുന്ന ബന്ധുക്കൾ പറയുന്നു. ശാലിനിയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ ഐസക് FB ലൈവിൽ വന്ന് ശാലിനിക്കെതിരെ മോശമായ ആരോപണങ്ങളാണ് നടത്തിയത്. കൊലപാതകം നടത്തിയിൽ അല്പം പോലും കൂസലില്ലാതെ, ഖേദപ്രകടനം പോലും ഇല്ലാതെയായിരുന്നു ഇയാളുടെ ലൈവ്. ഇതിന് പിന്നാലെ പുനലൂർ സ്റ്റേഷനിലെത്തി ഇയാൾ പോലീസിൽ കീഴടങ്ങുകയും ചെയ്തു. കുത്തേറ്റതാണ് ശാലിനിയുടെ മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പ്രതിയുടെ അറസ്റ്റും രേഖപ്പെടുത്തി. നിലവിൽ മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ ഐസക് എന്ന് പറയുന്ന വ്യക്തി സത്യത്തിൽ അടിസ്ഥാനരഹിതമായ പല ആരോപണങ്ങളുമാണ് ആ സ്ത്രീക്കെതിരെ ഉയർത്തിയിട്ടുള്ളത്. ആ സ്ത്രീ ചെയ്ത ഒരു തെറ്റെന്ന് പറയുന്നത് സ്വന്തം ഭർത്താവിനെ കൊണ്ട് മക്കളെയോ തന്നെയോ സംരക്ഷിക്കാൻ കഴിയുന്നില്ലെന്ന് കണ്ട ആരോടും പരാതി പറയാതെ ഒരു ജോലി കണ്ടെത്തുന്നു. ആ ജോലിയിൽ നിന്ന് മക്കളുടെ ആരോഗ്യത്തിന് വേണ്ടി, കാരണം മകൻ ഒരു ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു, മകന്റെ ചികിത്സാ ചെലവിന് വേണ്ടി
വേണ്ടിയും മറ്റും ഒരു തുക കണ്ടെത്തുവാനായിട്ടാണ് ജോലിക്ക് പോയത്. പക്ഷേ ആ ഒരു ജോലി കണ്ടെത്തിയപ്പോൾ പോലും അതിൽ സംശയക്കണ്ണോടെ മാത്രമാണ് ഇത്തരത്തിൽ ഐസക് നോക്കിയത്. കാരണം അയാൾക്ക് എല്ലാവരെയും സംശയമായിരുന്നു. ആ സംശയം മുറ്റിയാണ് ഏറ്റവും ഒടുവിൽ ഭാര്യയെ അരുംകൊല ചെയ്തത്. അപ്പോഴും അയാൾ ചിന്തിച്ചില്ല തനിക്ക് 2 മക്കളുണ്ട്, അവരുടെ ഭാവി എന്താണ്, അവർക്കിനി ആരുണ്ട് എന്നൊന്നും അയാൾ ചിന്തിച്ചില്ല. യാതൊരു ഭാവഭേദവും കുറ്റബോധവും ഇല്ലാതെ ആ FB ലൈവിൽ വന്ന ഭാര്യ എത്രത്തോളം അടിച്ചു താഴ്ത്തി സംസാരിക്കുമോ അത്തരത്തിലെല്ലാം അയാൾ സംസാരിക്കുന്നു. അയാൾ പറയുന്നത് അയാൾ സമ്പാദിച്ച സമ്പാദ്യം മുഴുവൻ ഭാര്യ ഇല്ലാതെയൊക്കെയെന്നാണ്. പണവും സ്വർണവും ഒക്കെ എവിടെയെന്ന് അറിയില്ലെന്നാണ്. എന്താണ് പണവും സ്വർണമായിട്ട് അയാൾ കരുതിയത്? ഇത്തരത്തിൽ ഭാര്യയെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ അത്തരത്തിൽ സ്വർണവും പണവും അയാൾക്ക് കിട്ടുമെന്നാണോ അയാൾ കരുതിയിരിക്കുന്നത്? തീർച്ചയായിട്ടും ആ 2 മക്കളെ ഓർത്ത് വേദനിക്കുകയാണ് ഈ അയൽവാസികളും ബന്ധുക്കളും ഒക്കെ. കാരണം ഒരു ക്യാൻസർ പേഷ്യന്റായ മകൻ, ഇനി അവരെ ആരാണ് നോക്കാനുള്ളത്? ആരാണ് അവർക്ക് പിന്തുണയായിട്ട് ഉള്ളത്? ഒരു നട്ടലായി നിന്ന അമ്മയെ ഇല്ലാതാക്കി. അച്ഛനെന്ന് പറയുന്നവന് അതിനുള്ള യോഗ്യത പോലും ഇല്ലെന്ന് തോന്നുന്നു. കാരണം അത്തരത്തിലുള്ള ക്രൂരതയാണ് ആ മക്കളോട് കാട്ടിയത്. തീർച്ചയായിട്ടും ആ മക്കളുടെ വേദന അതിന് എത്ര കാലത്തോളം നീണ്ടു നിൽക്കുമെന്നൊന്നും അറിയില്ല. ദൈവം അവർക്ക് തുണയായിട്ടുണ്ടാകട്ടെ.